ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 306. നമ്മളിപ്പോൾ 60ാമത്തെ ഉപനിഷത്തായിട്ട് ശ്വേതാശ്വതരോപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 4 18 മുതൽ 22 വരെയുള്ള മന്ത്രങ്ങളാണ്. ഇതും ആ പരമാത്മാവിനെ പറ്റിയുള്ള പരാമർശം തന്നെയാണ്. നമുക്കെന്താണ് പറയുന്നതെന്ന് നോക്കാം. 18 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അജ്ഞാനം അകലുമ്പോഴുള്ള അവസ്ഥ പകലും രാത്രിയും പോലെയല്ല. നമ്മൾ യഥാർത്ഥ ജ്ഞാനം നേടുമ്പോൾ, എങ്ങനെയാണ് യഥാർത്ഥ ജ്ഞാനം നേടുക? ബ്രഹ്മത്തെ മനസ്സിലാക്കുമ്പോൾ. ബ്രഹ്മം എന്താണ്? പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ഒരു രൂപവും ഭാവവും ഇല്ലാത്ത സംഗതിയാണ് ബ്രഹ്മം. ബാക്കി അതിൽ നിന്ന് എനർജി ആകുമ്പോൾ അതിനൊരു സ്വഭാവമുണ്ട്. അത് പിന്നെ ഇലക്ട്രോൺ പ്രോട്ടോണുകളാകുമ്പോൾ അതിനെല്ലാം സ്വഭാവമുണ്ട്. നമുക്കെല്ലാം കണ്ണുകൊണ്ടോ കാണുന്നതുകൊണ്ടോ ബുദ്ധി കൊണ്ടോ എല്ലാം മനസ്സിലാക്കാൻ വിവരിക്കാനെല്ലാം പറ്റും. പക്ഷെ അതിന് മുമ്പിലുള്ള ആ സംഗതിക്ക് രൂപവും ഭാവവും ഇല്ല, ഒരു ഗുണവും ഇല്ല. അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതൊരു സയൻസ് സാധനം തന്നെയാണ്. പക്ഷേ നമുക്ക് ഒരു ഉപകരണം കൊണ്ടും അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അത്രേ അതിനെ ആ തരത്തിലേ അതിനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ജ്ഞാനം നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിലൂടെയാണ് നേടുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ പകലും രാത്രിയും പോലെയല്ല അത് എന്ന് പറയുകയാണ്. അതായത് പകൽ പോലെ പ്രകാശമാനം, പകലിൽ നമുക്ക് എല്ലാം വ്യക്തമായിട്ട് കാണാം, പ്രകാശമാനം. രാത്രി അന്ധകാരം, അത് രാത്രി പോലെ അന്ധകാരവുമല്ല. ആ ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് പകൽ പോലെയോ രാത്രി പോലെയോ അല്ല. നമ്മൾ ഗാഠനിദ്രയിൽ ഇരിക്കുന്ന സമയത്ത് പകൽ പോലെയാണോ? അല്ല. രാത്രി പോലെയാണോ? രാത്രി എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. അവിടെ ഇരുട്ടൊന്നുമില്ല. എന്തോ ഒരു ഫീലിംഗ്, അത് ഇരുട്ടല്ല. കാരണം അത് ഈ രണ്ടിൽ നിന്നും അസാധാരണമാകുന്നു. അതൊരു അസാധാരണമായ പ്രതിഭാസമാണ്. ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോഴുള്ള അവസ്ഥ, മനസ്സിൻ്റെ അവസ്ഥ പകൽ പോലെ ഇങ്ങനെ പ്രകാശമുള്ളതായിട്ടൊന്നും കാണില്ല ഒന്നിനെയും. രാത്രി പോലെ ഇരുട്ട് പോലെയുള്ളതല്ല. പക്ഷെ ഒരു അസാധാരണമായ പ്രതിഭാസമാണ്. അവിടെ അജ്ഞാനങ്ങൾക്ക് സ്ഥാനമില്ല. അവിടെ അറിവുണ്ടായത് കൊണ്ടോ നമ്മൾ വലിയ ബുദ്ധിയുണ്ട്, ജ്ഞാനമുണ്ട്, അതെല്ലാം ഭൗതിക ലോകത്തെ പറ്റിയുള്ളതാണ്. അജ്ഞാനം കൊണ്ട് ഒരു വിവരമില്ല, ഒരു പഠിപ്പും ഇല്ലാത്തവനാണെങ്കിലും അതുമായിട്ടൊന്നും അതിന് ബന്ധമില്ല. അതായത് ABCD പഠിക്കാത്തവനും വിരക്തി വന്ന് ഈ ലോകത്തിൽ നിന്ന് വിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ ഉള്ള ആ ജ്ഞാനം, വലിയ ജ്ഞാനം നേടിയവനും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അത് സത്തുമല്ല അസത്തുമാകുന്നില്ല. നമ്മൾ സത്ത് എന്ന് പറയുമ്പോൾ അസത്ത് ഇല്ല എന്നുള്ളൊരവസ്ഥയാണ്. അതില്ലാത്ത ഒരവസ്ഥയല്ല. നമ്മൾ ഇല്ല എന്ന് പറയുമ്പോൾ ഇല്ല, സീറോ. പക്ഷേ ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ല. ഇപ്പൊ യുക്തിവാദികളെല്ലാം പറയും ഇല്ലാത്തതിൽ നിന്നും ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. അത് ഇല്ലാത്തതല്ല, അത് ഉണ്ട്. പക്ഷെ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാണാൻ ഒരു ഉപകരണം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അത് സത്തെന്നും അസത്തെന്നും പറയുന്ന വസ്തുക്കളെക്കാളും അത്ഭുതകരമാകുന്നു. സത്തായാലും അസത്തായാലും അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളെക്കാളും അത് അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ്. അത് ഏകമാത്ര, അത് ഏകനാണ്. അതാണ് ഈശ്വരൻ. ഈശ്വരൻ ഏകനാണ്, കല്യാണ സ്വരൂപനാണ്. അത് കല്യാണ സ്വരൂപമാണ്. കല്യാണം, അതിൽ സുഖമേ ഉള്ളൂ, അവിടെ ദുഃഖങ്ങളൊന്നും ഇല്ല. ശിവതത്വമാകുന്നു. അതിനാണ് ശിവതത്വം എന്ന് പറയുന്നത്. അത് അവിനാശിയാണ്, അതിന് നാശമില്ല. ഈ ഉണ്ടാകുന്ന പ്രപഞ്ചമെല്ലാം ഉണ്ടായി ഇല്ലാതാകുകയും ചെയ്യും. പക്ഷെ അതിന് മാത്രം ഏതിൽ നിന്നുണ്ടായോ ആ സംഗതിക്ക് നാശമില്ല. സൂര്യാദി ദേവതകളുടെ ഉപാസ്യ ദേവനാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ദേവതകളും അതിനെയാണ് ഉപാസിക്കുന്നത്. അതിനു വേണ്ടിയാണ് യജ്ഞം ചെയ്യുന്നത്. ഞാനിവിടെ എന്ത് കർമ്മം ചെയ്യുന്നുണ്ട് അത് അതിനു വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല. ഞാനെന്ന ചിന്ത വരുമ്പോഴാണ് എനിക്ക് എന്ന ഒരു ചിന്ത നമുക്ക്. യഥാർത്ഥത്തിൽ അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. നമുക്ക് എന്ന്, അതാണ് മായയിൽ അകപ്പെടുക. അദ്ദേഹത്തിൽ നിന്ന് തന്നെ അതറിയുന്നതിനുള്ള ജ്ഞാനം ഉത്ഭവിച്ചു.
എല്ലാ ജ്ഞാനവും അദ്ദേഹത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് പിന്നിലുള്ള ജ്ഞാനവും അദ്ദേഹത്തെ മനസ്സിലാക്കാനുള്ള ആ ജ്ഞാനവും എല്ലാം അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചത്. അതായത് അതിനെ അറിയുന്നതിനായുള്ള ജ്ഞാനം അധികാരികളുടെ പരമ്പരയായി പ്രാപ്തമായി നിലനിൽക്കുന്നു. ആ ജ്ഞാനം അധികാരികളിലൂടെ, അതായത് കാലാകാലങ്ങളിലെ ശാസ്ത്രജ്ഞന്മാരുടെയോ മാരിലൂടെ അല്ലെങ്കിൽ ഋഷികളിലൂടെ അത് ഇങ്ങനെ പ്രചരിച്ച് വ്യാപിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇനി 19 വേദമന്ത്രങ്ങളിലൂടെ യാതൊന്നിൻ്റെ വർണ്ണന നടത്തുന്നുവോ ആ പരബ്രഹ്മത്തെ വേദങ്ങളിലൂടെ വിവരിച്ചു തരുന്ന ഇതെല്ലാം ഉപനിഷത്തിലൂടെ അതിനെപ്പറ്റി തന്നെയാണല്ലോ വിവരിച്ചു തരുന്നത്. അദ്ദേഹത്തെ, ആ പരബ്രഹ്മത്തെ മുകളിൽ നിന്നോ താഴെ നിന്നോ എല്ലാ വല്ല വശങ്ങളിലൂടെ നിന്നും കരസ്ഥമാക്കുവാനാകില്ല. മുകളിൽ നിന്നോ താഴെ നിന്നോ അവിടെ ഇവിടെ ഒന്നും നോക്കിയിട്ടൊന്നും വിളിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അതിനെ കരസ്ഥമാക്കാൻ ആവില്ല. അത് അവൻ്റെ പിടിയിൽ ഒതുങ്ങില്ല. കാരണം ആ നിർഗുണമായ ബ്രഹ്മത്തിന് അറ്റമില്ല. അത് അറ്റമില്ലാതെ എങ്ങനെ പോവുകയാണ്. അതിനെ നമ്മളെ പിടിയിലൊന്നും ഒതുക്കാൻ പറ്റില്ല, നമ്മളെ ബുദ്ധിയിൽ ഒതുക്കാനൊന്നും പറ്റില്ല. അതിനെ മനസ്സിലാക്കേണ്ട വിധം ശാസ്ത്രങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. പക്ഷേ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നെല്ലാം നമ്മുടെ ശാസ്ത്രങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അവനെ പ്രാപിക്കുന്നവന് മാത്രമേ അവൻ്റെ രഹസ്യം അറിയുകയുള്ളൂ. അവനെ പ്രാപിച്ചാൽ മാത്രമേ അവൻ്റെ രഹസ്യം മനസ്സിലാവുകയുള്ളൂ. അവനെ പ്രാപിക്കുക എന്നുള്ള വഴി എന്താണ്? നമ്മളെല്ലാം ഉപേക്ഷിച്ച്, ഈ ഭൗതിക ലോകത്തെ ഉപേക്ഷിച്ച്, കണ്ണും കാണലും കേൾക്കലും എല്ലാം ഉപേക്ഷിച്ചിട്ട് മനസ്സിൽ അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും പോയി ഗുഹയിൽ പോയിരിക്കുക. ആ അവസ്ഥയിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ എന്തു പറ്റും? നമുക്ക് അദ്ദേഹത്തിന് ആ സത്യം മനസ്സിലാക്കുവാൻ പറ്റും. വാക്കുകളാൽ അത് വ്യക്തമാക്കാൻ ആവില്ല. അതേസമയം തന്നെ ആ അവസ്ഥയിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അയാൾക്കും വാക്കുകൾ കൊണ്ട് അത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം അതിന് രൂപവും ഭാവവും ഇല്ലാതെ എങ്ങനെ വർണ്ണിക്കുക? അത് അയാൾക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരാനൊന്നും പറ്റില്ല. അയാൾക്കൊരു അനുഭൂതി ഉണ്ടാവും. കാരണം വാക്കും മനസ്സും അവിടം വരെ എത്തില്ല. നമ്മുടെ വാക്കുകളും മനസ്സുകളൊന്നും അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ ചെല്ലില്ല. അതിനെ വല്ല ഉപാധികളിലൂടെയും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ അത് കാണപ്പെടുന്നില്ല. എന്തെങ്കിലും ഉപാധികൾ ഉപയോഗിച്ചിട്ട് അതിനെ ഒന്ന് കാണാൻ പറ്റുന്ന രൂപത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഹൃദയമിടിപ്പെല്ലാം നമുക്ക് ഉപകരണത്തിൽ ആശുപത്രിയിൽ കൊച്ചിൻ്റെ ഹൃദയമിടിപ്പെല്ലാം കാണാൻ പറ്റും. ആ ഇടിപ്പിനെ വേറൊരു സിഗ്നലായി, ഒരു ശബ്ദമായിട്ടെല്ലാം മാറ്റിയിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ ഇതിനെ അത്തരത്തിൽ ഒരു ഉപകരണം ഉപയോഗിച്ചിട്ട് വ്യക്തമാകുന്ന തരത്തിൽ അതൊന്നും നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷമാകില്ല. അതിനെ അറിയാനുള്ള ഒരേ ഒരു വഴി, അതിനെ അറിയാനുള്ള അഭിലാഷത്തോടുകൂടി നമ്മുടെ മനസ്സിനെ അതിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. എല്ലാം ഉപേക്ഷിച്ചിട്ട് എനിക്കതിനെ അറിഞ്ഞേ പറ്റൂ എന്ന് വെച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട്, ബന്ധുക്കളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒറ്റക്കിരുന്നു കൊണ്ട് കാണാനും കേൾക്കാനും പഞ്ചേന്ദ്രിയങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിനെ ഉള്ളിലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ട്, മനസ്സുകൊണ്ട് അതിൽ തന്നെ ചിന്ത അർപ്പിച്ചുകൊണ്ട് ഇരിക്കുക. ഇനി 20 ആ പരമാത്മാവിൻ്റെ സ്വരൂപം ദൃഷ്ടിപഥത്തിൽ നിൽക്കില്ല. നമ്മുടെ കണ്ണിൻ്റെ പദത്തിലൊന്നും, കണ്ണുകൊണ്ടൊന്നും അതിൻ്റെ ദൃഷ്ടിപഥത്തിലേ നമ്മളെ കണ്ണിൻ്റെ മുമ്പിലൊന്നും അത് നിൽക്കാൻ പോകുന്നില്ല. സാധകൻ മനസ്സുവഴിയായി ചിന്തിക്കുമ്പോൾ അത് അവിടെ മിന്നിമറയുന്നു. നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോഴും ഒരു മിന്നൽ പോലെ നമുക്കൊരു ബോധോദയം ഉണ്ടാകും. അതിനെ കണ്ടാലുള്ള ഒരു പ്രതീതി. അതായത് അതും അങ്ങനെ അവിടെ തന്നെ അത്
അവിടെ മിന്നിമറിയുന്നു, എന്നാൽ നിശ്ചലമായി കാണപ്പെടുന്നില്ല. എന്തോ ഒരു മിന്നൽ പോലെ നമ്മളെ മനസ്സിൽ ഒരു വ്യക്തത വരും, മിന്നിമറയും. അപ്പം നമുക്കൊരു ബോധോദയമുണ്ട് ഇന്നതാണ്. അല്ലാതെ അത് സ്ഥിരമായിട്ട് അതിനെ കാണാൻ പറ്റില്ല. അതിനെ പ്രാകൃത നേത്രങ്ങൾ വഴിയെ ദർശിക്കുവാൻ പറ്റില്ല. നമ്മുടെ സാധാരണ കണ്ണുകൊണ്ടൊന്നും അതിനെ ദർശിക്കുവാൻ കഴിയില്ല. യാതൊരുവൻ അദ്ദേഹത്തിന്റെ കൃപയാൽ ദിവ്യദൃഷ്ടി ലഭിക്കുന്നുവോ? യാതൊരുവന് അദ്ദേഹത്തിന്റെ കൃപയാൽ. അപ്പൊ അദ്ദേഹം തന്നെ തീരുമാനിച്ചാലേ, കൃപയുണ്ടായാലേ നമുക്കത് കിട്ടുകയുള്ളൂ. നമ്മൾ പോയിട്ട് കണ്ടെത്താമെന്ന് ശ്രമിച്ചാലൊന്നും പറ്റില്ല. അതിന് കൃപ തോന്നണം. അതിനെപ്പോഴാണ് കൃപ തോന്നുക? നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മളെ കർമ്മങ്ങളിൽ, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന കർമ്മം ചെയ്യാനാണ്. കർമ്മം തീരുമ്പോൾ നമ്മളിൽ പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല. ആഗ്രഹം ഉണ്ടാകാത്ത അവസ്ഥയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കൃപ ലഭിക്കുന്നു. നമ്മുടെ മനസ്സിലത് മിന്നിമറയുന്നു. അപ്പൊ ആർക്ക് ദിവ്യദൃഷ്ടി, അതാണ് ദിവ്യദൃഷ്ടി എന്ന് പറയുന്നത്. അവന് മാത്രം അതിനെ ദിവ്യദൃഷ്ടിയാൽ ദർശിക്കുവാൻ കഴിയുന്നു. ഈ കണ്ണുകൊണ്ടല്ല ദർശിക്കാൻ കഴിയുന്നത്, ദിവ്യദൃഷ്ടിയാൽ ദർശിക്കുവാൻ ആകുന്നു. അപ്പോൾ മനസ്സെന്താവും? നിർമ്മല മനസ്സാവും, ഭക്തിയാൽ മൂടിയ ഹൃദയമായിരിക്കും, നിരന്തരം അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോഴവൻ അന്തരാമിയായ പരമാത്മാവിൻ്റെ ഗുണപ്രഭാവം ഗ്രഹിച്ച്, അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, മിന്നി മറയുന്ന മാതിരി അതിൻ്റെ പ്രഭാവത്തെ ഗ്രഹിച്ചിട്ട് അമരനായിത്തീരുന്നു. പിന്നെ അവനെന്തില്ല? ജനന മരണങ്ങൾ ഇല്ല. ഇനി 21 ഈ സകല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ രുദ്രൻ അജന്മാവാകുന്നു. അതായത് അദ്ദേഹത്തിന് ജനന മരണമൊന്നുമില്ല. ജനന മരണമൊന്നുമല്ല. രുദ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആറ്റങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആറ്റങ്ങൾ ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു, ഉണ്ട്. ആറ്റത്തിൻ്റെ പിന്നിലുള്ള ആ ശക്തിവിശേഷം അതേതാണ്? ബ്രഹ്മമാണ്. അതിന് നാശമില്ല. പക്ഷേ ആറ്റങ്ങൾ ഉണ്ടായി ഇല്ലാതെയാകെല്ലാം ചെയ്യും. ആറ്റത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. അപ്പം ഈ പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ചത് ഈ രുദ്രനാണ്. അത് മറ്റുള്ളവരെ ജനന മരണങ്ങളിൽ നിന്ന് മുക്തമാക്കുവാൻ കഴിവുള്ളവനുമാണ്. ആ രുദ്രന്റെ പിന്നിൽ ഉണ്ടായ സൃഷ്ടികർത്താവിന് ജനന മരണങ്ങളില്ല. പക്ഷേ രുദ്രൻ ഉണ്ടായി ഇല്ലാതെയെല്ലാം ചെയ്യുന്നുണ്ട്. ആ രുദ്രനാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത്. ആറ്റങ്ങളാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത്. അപ്പൊ ആറ്റത്തിന്റെ പിന്നിലുള്ള ശക്തിവിശേഷം അത് അത് ഉണ്ടാക്കിയ ജീവജാലങ്ങൾക്കെല്ലാം ജനന മരണങ്ങളിൽ നിന്ന് മുക്തമാക്കുവാൻ കഴിവുള്ളവനാണ്. അവനാണ് എല്ലാത്തിനെയും മുക്തിയാക്കുന്നത്. ഉദാഹരണത്തിന് പ്രളയ സമയത്ത് വിഷ്ണുവിനെ അടക്കം കാലിൽ പിടിച്ചുകൊണ്ടിട്ട് ആ ബ്രഹ്മത്തിൽ ലയിപ്പിക്കുന്നത് രുദ്രനാണ്. അപ്പൊ എല്ലാവർക്കും മോക്ഷം നൽകാൻ കഴിവുള്ളവനാണ് രുദ്രൻ. അതിനാൽ സാധകൻ സംസാര ചക്രത്തിൽ നിന്ന് മറികടക്കുവാൻ അദ്ദേഹത്തെ ശരണം പ്രാപിക്കണം. ഈ ലോകത്തിൽ നിന്നും മോക്ഷം നേടണ്ടെങ്കില് ആ രുദ്രനെ നമ്മൾ ശരണം പ്രാപിക്കണം. രുദ്രനെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം രുദ്രനിലൂടെയാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. ആറ്റങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. അപ്പൊ ആറ്റത്തിലൂടെ തന്നെ മോക്ഷപ്രാപ്തി ആദ്യത്തെ അവസ്ഥയിലേക്ക് എത്തണം. അങ്ങനെ ഈ കല്യാണക്കാരിയായ മുഖത്തോടു കൂടിയ അദ്ദേഹം നമുക്ക് ഗുണം ചെയ്യാനും താല്പര്യനാണ്. നമ്മളെ ജനിപ്പിക്കുന്നതും ആ ശക്തിവിശേഷമാണ്. കാരണം നമ്മളെ ശരീരം ഉണ്ടാകുന്നത് ആറ്റങ്ങളെ കൊണ്ടാണ്. ശരീരം ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് ജനിച്ചു വരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ജനിക്കേണ്ട ആവശ്യം വരുന്നില്ല. ജനിക്കേണ്ടിക്ക് ശരീരം കിട്ടണമല്ലോ. ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന ഭൗതിക വസ്തുക്കൾ ആറ്റങ്ങളെ കൊണ്ടാണ്. അപ്പൊ രുദ്രനാണ് നമ്മളെ ശരീരം തരുന്നത് ഈ ഭൂമിയിൽ ഇങ്ങനെ വരാൻ. അത് വിചാരിക്കുകയാണ് ഇവന് ശരീരം കൊടുക്കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് മുമ്പിലുള്ള അവസ്ഥ എന്താണ്? ജനിക്കുന്നതിനെക്കാട്ടി മുമ്പിലുള്ള അവസ്ഥ അത് ബ്രഹ്മത്തിന്റെ സമാനമാണ്. ആ അവസ്ഥയിലേക്ക് അപ്പൊ നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ ആര് വിചാരിച്ചാൽ കഴിയും? ജനന മരണത്തെ ഇല്ലാതാക്കാൻ രുദ്രൻ വിചാരിച്ചാൽ കഴിയും. അതുകൊണ്ട് അദ്ദേഹത്തോട് നമ്മൾ അപേക്ഷിച്ചാൽ മതി, എന്നെ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കുക. അങ്ങനെ
ജനന മരണം മറികടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? മഹാഭയങ്ങളൊന്നുമില്ല. ജനിച്ചു കഴിഞ്ഞാൽ ഭയമാണ്, എപ്പോഴും ഭയമാണ്. ഭയന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അത് പറ്റുമോ, ഇത് പറ്റുമോ? ഇപ്പം ജനന മരണം ഇല്ലെങ്കിൽ നമുക്ക് ഭയവും ഇല്ല, എപ്പോഴും നിത്യമായ ശാന്തി. ഇനി 22 പറയുന്നു, സകലത്തിനെയും സംഹരിക്കുന്ന രുദ്രനാണ് എല്ലാത്തിനെയും സംഹരിക്കുന്നത്. അതായത് നമ്മളെ ശരീരത്തെ നശിപ്പിക്കുക. ശരീരം എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. നമ്മളെ ശരീരം തന്നെ ദ്രവിച്ചു പോകുന്നത്. അപ്പൊ സകലത്തെയും സംരക്ഷിക്കുന്നതിന് പ്രളയ സമയത്ത് വിഷ്ണുവിനെ അടക്കം കാൽ പിടിച്ചു കൊണ്ടുപോയി എന്നെല്ലാം പറയുന്നുണ്ട്. സകലത്തെയും സംഹരിക്കുന്ന രുദ്രൻ, ആ രുദ്രനെ ഞാൻ എന്ത് ചെയ്യുന്നു? സകല വസ്തുക്കളും നൽകി, കാഴ്ച വസ്തുക്കളും നൽകി അങ്ങേ വിളിച്ചുകൊണ്ട് വസിക്കുന്നു. നമ്മൾ എല്ലാ കാഴ്ച വസ്തുക്കൾ അങ്ങേർക്കാണ് നൽകുന്നത്. കാരണം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന കർമ്മം ചെയ്യാനാണ്. കർമ്മം ചെയ്യാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? പല വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് കർമ്മം ചെയ്യുന്നത്. ആ വസ്തുക്കളെല്ലാം എന്തിനെ കൊണ്ടുണ്ടാക്കിയതാണ്? ആറ്റങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. അതാര് തന്നതാണ്? രുദ്രൻ തന്നതാണ്. ഇപ്പൊ രുദ്രൻ നമുക്ക് സാമ്പാറിന് വേണ്ട സാധനങ്ങളെല്ലാം തന്നിട്ടുണ്ട്. വെണ്ടക്ക, തക്കാളി ഇതെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെയെല്ലാം മുറിച്ചെടുത്തിട്ട് സാമ്പാറാക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആ ശക്തിക്ക് വേണ്ടിയാണ്. നമ്മളെ സൃഷ്ടിച്ചത് കർമ്മം ചെയ്യാനാണ്. അപ്പൊ ആ കർമ്മമാണ് നമ്മൾ ഓരോ നിമിഷം ചെയ്യുന്നതും. അത് തീരുമാനിച്ച കർമ്മമാണ്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് പോലും നമുക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ ജീവിച്ചാലല്ലേ നാളെ അങ്ങേർക്ക് വേണ്ടിയിട്ട് വേറെ ജോലിയും ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ആവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു കാർ ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ട പെട്രോളും നമ്മൾ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ജീവിച്ച് കർമ്മം ചെയ്തിട്ട് നമ്മൾ ഭക്ഷണവും കഴിക്കണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന കർമ്മവും അതിൻ്റെ നിശ്ചയപ്രകാരമാണ്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുന്നതും എന്ത് ചെയ്യാണ്? കാഴ്ച വസ്തുക്കൾ അദ്ദേഹത്തിന് നൽകിക്കൊണ്ടാണ് ജീവിതം ചെലവിടുന്നത്. ആര്? ഈ വ്യക്തി. ഏത് വ്യക്തി? ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്ന വ്യക്തി. അതുകൊണ്ട് ഞങ്ങളുടെ മേൽ കുപിതരാകരുത്. കുപിതരാകരുത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കഷ്ടപ്പാടും വരുത്തരുത്. നമ്മളെല്ലാം അങ്ങേക്ക് വേണ്ടി കർമ്മം ചെയ്യുകയാണ്. അങ്ങേക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് വിഷമമൊന്നും ഉണ്ടാകില്ല. കാര്യം നടന്നില്ലെങ്കിലും അല്ല, അതിൻ്റെ തീരുമാനമാണ്. നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ആ നിലയിലേക്ക് പോകുക. അങ്ങനെ കർമ്മം ചെയ്ത് ജീവിക്കുക. നമുക്കത് എല്ലാ മനുഷ്യർക്കും അതാണ് വിധിച്ചിരിക്കുന്നത്. വേദം വിധിച്ചിരിക്കുന്ന വഴി അതാണ്. നമ്മളെ കർമ്മം ചെയ്യാനാണ് ജനിപ്പിച്ചിരിക്കുന്നത്. അത് ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ പുത്ര പൗത്ര മൃഗങ്ങൾ എല്ലാം ഒരുവിധ ക്ഷതവും ഉണ്ടാക്കരുതേ. അപ്പൊ അങ്ങെന്ത് ചെയ്യില്ല? നമ്മളെ പുത്രന്മാരും പൗത്രന്മാരും മൃഗങ്ങൾക്കും എല്ലാം ഒരു ദോഷവും ചെയ്യില്ല. കാരണം നമ്മൾ നിസ്വാർത്ഥമായ കർമ്മം ചെയ്യുക. പിന്നെയോ അവർക്ക് ഒരു പരുക്കും ഏൽപ്പിക്കരുത്. അതാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അതോട് അപേക്ഷിക്കാനേ പറ്റുള്ളൂ. നമുക്കൊരു കഷ്ടപ്പാടും വരുത്തരുതേ, നമ്മളെ മൃഗങ്ങൾക്കൊന്നും പറ്റരുതേ, അവരെ നശിപ്പിക്കരുതേ, എല്ലാ വിധത്തിലുള്ള ഞങ്ങളെയും ഞങ്ങളുടെ ധനത്തെയും സംരക്ഷിച്ചാൽ. രുദ്രനോട് അങ്ങനെ ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മസാക്ഷാത്കാരത്തിന് തിരിയുന്നവരെല്ലാം ഉപേക്ഷിച്ചു പോവുകയാണ്. അല്ലാത്ത മനുഷ്യര് അദ്ദേഹത്തിനായിക്കൊണ്ട് സേവനം ചെയ്യുക. ഏത് സമയം അദ്ദേഹത്തെ ചിന്തിച്ചുകൊണ്ട് ഞാനിതാ നിനക്ക് വേണ്ടിയിട്ട് ഇന്നെല്ലാം ചെയ്യുന്നത്. എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ ഇപ്പം അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടിയാണ്, നിന്റെ നിർദ്ദേശപ്രകാരം നിന്റെ തീരുമാനം അനുസരിച്ചാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് എന്ന നിലയിൽ ചെയ്തു കൊടുക്കുക. എന്നിട്ട് അപേക്ഷിക്കുക. എൻ്റെ കുടുംബക്കും എൻ്റെ ധനത്തിനും ഒന്നും നഷ്ടം വരുത്തരുതെന്ന് അപേക്ഷിക്കാനേ പറ്റുകയുള്ളൂ. കാരണം അത് തീരുമാനിച്ച മാതിരിയേ പോയുള്ളൂ. അപേക്ഷിച്ചിട്ടില്ലെങ്കിലും ഒരു കാര്യമില്ല. അതെന്താണോ തീരുമാനിച്ചത് അതുമാതിരി പോകും. അതിന് അടുത്ത അധ്യായമാണ്. അത് അടുത്ത ക്ലാസ്സിൽ